ഗൈസ്, അപ്പം ഇന്നാണ് ബുഡാപെസ്റ്റ് ഡേ 2. രണ്ടാമത്തെ ദിവസമാണ്. ഉറങ്ങി എണീച്ച് ഭക്ഷണമെല്ലാം കഴിച്ച് കിഡിലും ബൊഫയാണ് ഉണ്ടായത്. തിന്നുന്ന തിരക്കിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നാളെ ഏറ്റെടുക്കാം എന്തായാലും. അപ്പം നമ്മ ഇന്ന് ഏതായാലും പുറത്ത് പോകുന്നു. ഇന്നെന്തായാലും വെറൈറ്റി സാധനങ്ങൾ ആണ് പോകുന്നത്. പക്ഷെ അവിടെ ക്യാമറ എടുക്കാൻ കഴിയുമോ അറിയില്ല. എടുക്കാൻ സമ്മതിക്കുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സാധനം കാണിച്ചു തരാം. അപ്പോൾ പോകുന്നതായി കാണാം. ടിക്കറ്റാ? ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ഏത് ടിക്കറ്റ്? ഓക്കെ, ടിക്കറ്റ് കിട്ടി. നിങ്ങൾ റെഡി അല്ലേ? തൊപ്പിയതാ ആയില്ലേ? എന്റെ ഒന്നുമില്ലല്ലോ. ഇനി പുറത്ത് ചെയ്യുമ്പോ സീനില്ലല്ലോ. പുറത്ത് ചെയ്യുമ്പോ അറിയല്ലേ? അതിന്റെ ആൻസർ പറയാൻ എനിക്ക് ആൻസർ പറയാൻ പറ്റൂല. നിന്റെ ഡ്രസ്സിന്റെ കാര്യത്തിൽ എനിക്ക് ആൻസർ പറയാൻ പറ്റില്ല. എന്റെ പേരടിക്കാവല്ല. ഞാനില്ല, നമ്മളില്ലേ, സ്മൈല് പതഞ്ഞു തൂവരുതേ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ട്രെയിനും ബസ്സെല്ലാം കയറിയിട്ട് ഇപ്പം ആദ്യം പോകുന്നത് ബുഡ കാസിലാണ്. ബുഡ കാസിൽ ഒരു കുന്നിൻ്റെ മുകളിലാണ്. ദൂരത്ത് കാണുന്നുണ്ട്. ഒരു കുന്നിൻ്റെ മുകളിലൊരു പരിപാടിയാണ്. നോക്കായതായാലും പോയി നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ നടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. കണ്ടാ, നമ്മൾ ബുഡ കാസിലിൻ്റെ മുകളിലേക്ക് പോവേന്ന്. നടന്നു പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു വണ്ടി ഇതാ ഈ മുമ്പിൽ കണ്ട ഈ ഒഫീഷ്യൽ ബുഡാപെസ്റ്റ് കാസിൽ ബസ്. ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. കുഞ്ഞു വണ്ടിയിൽ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് പോവാം. അയ്യോ, ഒരു സൈക്കിള് പോലത്തെ സാധനത്തിൽ ആൾക്കാർ പോകുന്നുണ്ട്. അത് മതിയായിരുന്നു അല്ലേ? അതെങ്ങനാ? അല്ല, ഏതായാലും സൈക്കിള് മിസ്സായി. സൈക്കിളല്ല, ഒരു വലിയ വണ്ടി മിസ്സായി. കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഏതായാലും മുകളിലേക്ക് പോകാൻ പോവുന്നു. ഒരു വണ്ടി വരും. എത്ര 10-15 മിനിറ്റിലാരും വരുമെന്ന് പറഞ്ഞു ചങ്ങായി. അപ്പോൾ മുകളിലെത്തിയിട്ട് ബാക്കി നോക്കാം. കണ്ട, ഇവിടത്തേക്ക് ഈ മുകളിലേക്കാണ് പോകാൻ പോകുന്നത്. വീഡിയോയിൽ കാണുന്നുണ്ടോ അറിയില്ല, നല്ല വെയിലുണ്ട്. ഇങ്ങനെ മുകളിലേക്ക് പോവാം. കണ്ട, ആ മുകളിലാണ് നമ്മളെ പരിപാടി. ഇവിടെ വേറൊരു സാധനം കൂടി ഉണ്ട്. കണ്ട, കേബിൾ കാർ പോലെ. പക്ഷെ അത് ഒറ്റയടിക്കാട് എത്തും. പിന്നെ ബാക്കി മൊത്തം നമ്മൾ നടന്ന് കാണണം. ഇതാകുമ്പോൾ നല്ല വണ്ടിയിൽ തന്നെ ഇങ്ങനെ പോയി കാണാം. അപ്പോൾ നമ്മൾ ഒരു വണ്ടിയിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് വണ്ടി, സൈക്കിൾ വണ്ടിയാണ്. കണ്ട ഇതൊക്കെ ഇങ്ങനെയാണ് പോകുന്ന വഴി. ഗൈസ്, ഇതാ ഈ ബസ്സിൽ പോയാലും നമ്മൾ എത്തും. അന്നേരം പൈസ ഒന്നും കൊടുക്കണ്ട. പക്ഷേ ഈ വണ്ടിയിൽ പൈസ കൊടുക്കണം. അപ്പോൾ സംഭവം എങ്ങനെയും പൈസ ചിലവാക്കണമല്ലോ നമുക്ക്. നമ്മൾ പിന്നെ ഇങ്ങനത്തെ ഒരു വണ്ടി സെറ്റപ്പ് തന്നെ ആയിക്കോട്ടെ ചോദിച്ചു. നല്ല കിട്ടിലും വ്യൂ, നല്ല രസമുണ്ട്. ഇങ്ങനെ ഇരുന്നെന്ന് തോന്നും നല്ലത് അല്ല. നമ്മിപ്പം തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. നേരെ അല്ല ഇരിക്കുന്നത്, തിരിഞ്ഞിട്ട്. അപ്പം നമുക്കിങ്ങനെ മറ്റേ വേറെ ടൈപ്പ് വ്യൂ ആണ് കിട്ടല്. നേരെ ഇരിക്കാൻ കണ്ട ചെറിയ ബുദ്ധിമുട്ടുണ്ട് നേരെ ഇരിക്കാൻ. കുറേ ആൾക്കാർ ഫുൾ പാക്കഡാണ് അതിൻ്റെ ഉള്ളിൽ. ഇതാണ് ഹംഗ്രി സിറ്റി. ഹംഗ്രി സിറ്റി കാണിക്കുമ്പോഴൊക്കെ വേറെ ബിൽഡിങ് വന്ന് സൈഡിൽ പെട്ട് കണ്ട. ഇതാണ് ബുഡാപെസ്റ്റ് കാസിൽ. കണ്ട, നല്ല അടിപൊളി സാധനം. സോ ഗുഡ്. പിന്നെ ഈ സ്ഥലം മൊത്തത്തിൽ കണ്ട നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മൾ ഇന്നലെ പോയ സ്ഥലത്തിൻ്റെ ഒരു മൂഡല്ല ഈ സ്ഥലത്ത്. ഈ സ്ഥലത്ത് നല്ല വ്യത്യാസമുണ്ട്. ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് സ്ഥലം. ഇത് സംഭവം എന്ന് വെച്ചെങ്കിൽ ഈ ബുഡാപെസ്റ്റ് മറ്റേ പുഴയുടെ അപ്പുറം ഇപ്പുറം ബുഡയും അപ്പുറം പെസ്റ്റുമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബുഡയിലാണ്. ബുഡയിൽ
വേറെ പെസ്റ്റ് വേറെയും ഉണ്ട്. അങ്ങനെയാണ് ബുഡാപെസ്റ്റ് എന്ന് വരുന്നത്. അപ്പം ഇപ്പം നമ്മളുള്ളത് ഇത് കുറച്ചൊരു നമ്മളിപ്പം കുറച്ചൊരു സ്റ്റാൻഡേർഡ് സ്ഥലം, അതായത് ഫുൾ ടൂറിസ്റ്റുകൾ, പിന്നെ ഹിൽട്ടൻ്റെ ഹോട്ടലെല്ലാം ഉണ്ട്. അങ്ങനത്തെ മൊത്തത്തിലൊരു പോഷ് സ്റ്റാൻഡേർഡ് സ്ഥലം. ഇവിടെ ഫുൾ ടൂറിസ്റ്റാണ്. ഇന്നലെ പോയത് കുറച്ചൊരു ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇന്നലെ നമ്മൾ കണ്ടത്. അവിടെ കുറച്ച് രാത്രിയെല്ലാം നമ്മൾ വെള്ളമടിച്ച് കുറേ കുഴപ്പ പരിപാടി, കുറച്ച് മറ്റേ കുറച്ച് ഹോംലെസ്, അങ്ങനെ കുറച്ച് പറഞ്ഞാൽ ഒരു 1-2 അങ്ങനത്തെ കുറച്ച് ആൾക്കാരിലുണ്ടായിരുന്നു. അങ്ങനെ വേറെ സ്ഥലം, ഇത് വേറെ സ്ഥലം. കൊള്ളാം, എന്തൊരു ദിവസം, അടിപൊളി. കണ്ടോ പള്ളിയെല്ലാം കണ്ടോ? മൊത്തത്തിൽ യൂറോപ്പിൽ കാണുന്ന പോലത്തതല്ല, കുറച്ചൊരു വ്യത്യാസമുണ്ട്. പാരീസിലുള്ള പോലത്തെ അല്ല, ലക്സംബോർഗും ഇല്ല പോലത്തെ അല്ല, കുറച്ചൊരു വ്യത്യാസമുണ്ട് ഇവിടെ. കുറച്ചല്ല, നല്ല വ്യത്യാസമുണ്ട്. പള്ളി കുറച്ച് കളറിലുണ്ട്. ബാക്കി എല്ലാ പള്ളിക്കും പുറത്തെല്ലാം ഫുള്ള് മറ്റേ കളറാണ്, ഈ മഞ്ഞ മറ്റേ ബ്രിക്കിൻ്റെ കളർ. ഇത് കുറച്ച് നല്ല വ്യത്യാസമുണ്ട്. ഗൈസ്, അപ്പം നമ്മൾ ഒരു വ്യൂ കാണാൻ പോവുകയായിരുന്നു. ടിക്കറ്റെല്ലാം എടുത്തിട്ടുണ്ട്. കണ്ട ഇങ്ങനെ കയറി കിട്ടില്ല. മൂത്രപ്പുര ഉണ്ടല്ലോ. ടോയ്ലറ്റിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് TOALET, ടോയ്ലറ്റ്. ഗൈസ് ഇത് കണ്ട, വാവ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇതാണ് ബുഡാപെസ്റ്റ്. വീണ്ടും ഒരു പനാരോമിക് വ്യൂലുണ്ട്. കണ്ട ബുഡാപെസ്റ്റ്. ഈ പുഴയുടെ ഇപ്പുറമാണ് അപ്പുറം പെസ്റ്റ്. അപ്പുറം കുറച്ച് മോഡേൺ ആണെന്ന് തോന്നുന്നു. ഇപ്പുറം ഫുള്ള് ഇങ്ങനത്തെ ഫുൾ പഴയത് പരിപാടിയാണ്. കൊള്ളാം, നൈസ് പരിപാടി. ഇത് കണ്ട, ഇതാണ് സ്ഥലം. അപ്പം നമ്മ വണ്ടിയിൽ കയറി ആദ്യം രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോലെ, സെക്കൻഡ് പ്ലേസിലേക്ക്. ഇങ്ങനത്തെ 4 സ്റ്റോപ്പായിട്ടുണ്ട് ഈ വണ്ടിയിൽ. അതുകൊണ്ടാണ് ഇതിൽ ഇത്ര പൈസ കൊടുത്തിട്ട് പോകുന്ന ആൾക്കാർ. ഇതല്ലാണ്ട് ബസ്സും ഉണ്ട് കേട്ടോ. നോർമൽ നമുക്ക് ബസ്സും, നമ്മളെ നോർമൽ ടിക്കറ്റിൽ എടുത്തിട്ട് വരുന്ന ബസ്സും ഇവിടുന്ന് കിട്ടും. സീനൊന്നുമില്ല. കണ്ട, ഇതാണ് നമ്മളെ സിറ്റി, ഇട്ടിലെ സിറ്റി. ഗൈസ്, എപ്പെങ്കിലും ബുഡാപെസ്റ്റിലാറ്റം വരുന്നുണ്ടെങ്കിൽ ഈ കാസിലിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു പീടിയുണ്ട്. ആ പവിലിയോൺ അതിൻ്റെ പേര്. ഈ ഒറ്റ പീടിയ ഇവിടെ ഉണ്ടായിട്ടില്ല മൊത്തത്തിൽ. ആ പീടിയിൽ നിന്ന് നല്ല ക്രാഫ്റ്റഡ് ബിയർ എന്ന് പറഞ്ഞിട്ട് സാധനം കിട്ടും. എത്ര €3-4 ആയില്ലോ. അടിപൊളി സാധനം. ഊഫ്, നല്ല ടേസ്റ്റ്. ആഹാ, എന്താ ടേസ്റ്റ്. ആഹാ ഗൈസ്, ഇനി നമ്മൾ കയറാൻ പോകുന്നതാണ് ഈ ബാക്കിൽ കാണുന്ന, കണ്ടോ, ഈ ബാക്കിൽ കാണുന്ന ടവർ. ഇത് നിന്റെ പേരിന് ബുദ്ധ ടവർ അല്ല, ഇത് മേരിലാൻഡ് ടവർ. അതിൻ്റെ മുമ്പിൽ മരിയ മഗ്ഡോൾന നല്ല എഴുതിയിട്ട് കാണുന്നുണ്ട്. കണ്ടോ, ഇതാണ് സാധനം. ഈ വലിയ ടവറിൻ്റെ മുകളിലാണ് കയറാൻ പോകുന്നത്. ഇത് നടന്ന് കയറണമെന്ന് അറിയില്ല, കാരണം മുകളിൽ കുറച്ച് ആൾക്കാർ നടക്കുന്നതെല്ലാം കാണുന്നുണ്ട്. സയ്യാന്ന് തോന്നുന്നു, നടന്ന് കയറേണ്ടി വരും. അപ്പം ഏതായാലും ഇതിൻ്റെ മുകളിലേക്ക് പോവാം. കണ്ട ഗൈസ്, ഇതിപ്പോൾ ഇത് ഇരുട്ടിന് കാണുമെന്ന് എനിക്കറിയില്ല. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഫോണിൻ്റെ ലൈറ്റ് അടിക്കാം. കുറച്ച് ഇടുങ്ങിയ വയ്യാന്ന്. കണ്ട, ഇത് മുകളിൽ നിന്ന് ആൾക്കാർ നടന്നു വരുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. ഹലോ, ഹായ്. Thank you. Is this the only way to go up and down? Do you know? Yeah. Okay. Thank you. ഗൈസ്, ഒരൊറ്റ വഴിയെ പോയി വരാനില്ലു. കണ്ട, അതൊരു സൈ വഴിയാണ്. സൈ വഴി എന്നൊന്നും പറഞ്ഞാൽ പോരാ, കൊടും സൈ. കണ്ട, ചെറിയ വഴി.
ഇതിലെന്തൊന്നും തന്നെ തിരിയുന്നില്ല. ഇത് പെട്ടു. മുകളിലേക്കുണ്ട കുറേ ഉണ്ട് ഇങ്ങനത്തെ വഴിയിൽ. മുകളിലെത്തുമ്പോഴൊക്കെ തന്നെ ബൂസ്റ്റ് കുടിക്കേണ്ടി വരും. കുറേ ഉണ്ട്. 15 യൂറോ കൊടുത്തിട്ട് കയറേണ്ട അവസ്ഥ. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം തോട്ടെല്ലാം കാണുന്നുണ്ട്. കണ്ടോ, എല്ലാം പൊളിഞ്ഞ് വീഴുമെന്നായിരിക്കും അറിയാം. പഴയ ടവറാണ്. മുകളിൽ നിന്ന് അത് ആദ്യം ആരോ വരുന്നുണ്ട്. അവർക്കും സ്ഥലം കൊടുക്കണം. ഇവിടെ ശരിക്കും ഒരാൾക്ക് നിൽക്കേണ്ട സ്ഥലമില്ലല്ലോ ഈ പടിയിൽ. അപ്പോൾ ആൾക്കാർ വരുമ്പോൾ നമ്മളിങ്ങനെ സൈഡിലിരിക്കുന്ന ചുമരിന് പറ്റിക്കണം. അയ്യോ എന്നെ കൊല്ലോ. എത്തിന്ന് തോന്നുന്നു. എത്തിയില്ല. വേറൊരു സ്ഥലത്തെത്തി. കണ്ട, ഇതിൻ്റെ മുകളിലേക്ക് ഇനിയും പോകാനുണ്ട്. കണ്ട, പക്ഷെ നമ്മ വേറൊരു സ്ഥലത്തെത്തി. അയ്യോ, ശനി ഈ വഴിക്കാന്ന് പോകേണ്ടത്. കണ്ടോ, ഈ വഴിക്ക് സൈ വഴി. കണ്ട, നടന്ന് കൈസ് നടന്ന് അങ്ങനെ നമ്മളതിൻ്റെ മുകളിലെത്തി. പക്ഷേ ഞാൻ വിചാരിച്ച പോലത്തെ ഒരു വ്യൂ ഇല്ലൊരു സംഭവമല്ല ഇത്. ഇതിങ്ങനെ ഫുള്ള് ഗ്ലാസ് വെച്ച് അടച്ചിട്ടായില്ലേ. കാരണം നമ്മൾ നല്ല ഹൈറ്റിലായില്ല. അപ്പോൾ ആൾക്കാർക്ക് ചിലപ്പം തുള്ളാനുള്ള ടെൻഡൻസി ഉണ്ടാവും വീടുന്ന താഴേക്ക്. അങ്ങനെ ഉള്ളിൽ ചാവണ്ടെന്ന് വിചാരിച്ചിട്ട് അടച്ചിട്ട് വെച്ചിട്ട് ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഈ ഗ്ലാസ് എല്ലാം പുതിയത് വെച്ച പോലെ ഉണ്ട്. കണ്ട, മൊത്തം കാണാൻ പറ്റും. ഗ്ലാസിൻ്റെ ഉള്ളിലേ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ സിറ്റിയെല്ലാം ഇങ്ങനെ കാണാൻ പറ്റും. താഴെ ആൾക്കാരുണ്ട്. ഉണ്ടായിട്ട് മൊത്തത്തിൽ സെറ്റപ്പ് ഇത്രയും ഇല്ലു. സംഭവം ഇത്രയും ഇല്ലു. താഴേക്ക് ഇത് നമ്മൾ കയറി വന്ന വഴി കണ്ട. നല്ല കളറ് ബുഡാപെസ്റ്റിൻ്റെ സാധനങ്ങൾ ഫുൾ സെറ്റാണ് പരിപാടി. ഇതുണ്ട്, വേറെ നല്ല വ്യൂ ഉണ്ട് ഇവിടെ. കണ്ടോ, രണ്ട് ഗാർഡ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, ഇതുവരെ നിർത്തൂലെന്നാണ് തോന്നുന്നു. കുറേ സമയം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് പരിപാടി എന്നല്ല. നമ്മളിപ്പം ബുഡ കാസിലെത്തി. ഞാൻ നേരത്തെ ഒരു സ്ഥലത്ത് കണ്ടിട്ട് ബുഡ കാസിൽ എന്ന് പറഞ്ഞു. പക്ഷെ അത് വേറെ ഏതോ ഒരു ചർച്ചായിരുന്നു, മാറിപ്പോയതാണ്. എന്തത്? മാത്തിയാസ് ചർച്ചായിരുന്നു. അത് ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി. ഇതാണ് ബുഡ കാസിൽ ഇത്. പക്ഷെ ഇവിടെ ഇപ്പോൾ പണി നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. കണ്ടോ, അല്ല ഇവിടെയും മറ്റേ പരിപാടിയുണ്ട്. ഇപ്പം പണി നടക്കുന്നതുകൊണ്ട് ഒരു സാധനം വെച്ച് ചുറ്റിയിട്ട് കണ്ട. ഇത് ഈ സെയിം പരിപാടി പാരീസിലും ഉണ്ട്. അതായത് തൊട്ട് സൈഡിലുള്ള ബിൽഡിങ്ങും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ എസ്തെറ്റിക്സ് കളയാണ്ട് പരിപാടി നടത്തണം ഉള്ളിൽ. അതാണ് അവരൊരു എയിം. അത് ഇവിടെയും കാണുന്നുണ്ട്. പാരീസിലും ഉണ്ട് ഈ പരിപാടി. അപ്പോൾ ഈ ബുഡാകാസിൽ കയറണോ വേണ്ടോ എന്ന് ആലോചിക്കുകയായിരുന്നു. കാരണം കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് ഫുൾ കാണാൻ പറ്റില്ല. അപ്പോൾ വെറുതെ പൈസ കൊടുത്തിട്ട് അപ്പോൾ ഒന്ന് നോക്കിയിട്ട് വരാം. ഗൈസ്, ഇതാണ് ആ ചരിത്ര പ്രസിദ്ധമായ ബുഡാപെസ്റ്റ് കാസിൽ. ഉണ്ടോ, ബുഡാകാസ്റ്റിൽ. ഇത് മാത്രമല്ല, വീഡിയോ ഉണ്ട്. കുറേ സ്ഥലത്തുണ്ട് സംഭവം. ഉണ്ടോ, ഇതാണ് കാസിൽ. നടന്ന് ഇപ്പം അത്ര എത്തത്ത് കാസിലേക്ക്. കുറേ ഉണ്ട് ഇത് സംഭവം. കൊള്ളാം. നല്ല രസമുണ്ട്. നല്ല ബിൽഡിങ്. അതിൻ്റെ മുകളിലെല്ലാം ആൾക്കാരെല്ലാം നിൽക്കുന്നുണ്ട്. നല്ല വ്യൂ എല്ലാം ഉണ്ടാവും ഇപ്പോൾ എനിക്ക്. കൊള്ളാം. ഗൈസ്, ബുഡാപെസ്റ്റ് കാസിലിൻ്റെ ഉള്ളിൽ നമ്മൾ അങ്ങനെ കയറുന്നില്ല. ഇപ്പോൾ
കാരണം കുറേ ടൈം പോകും. ടൈമിൻ്റെ അല്ല പ്രശ്നം, ഇത് നമ്മൾ എല്ലായിടത്തും കാണുന്ന തന്നെയല്ലേ. ഇവിടെ ഇതല്ലാണ്ട് വേറെ വെറൈറ്റി പരിപാടികളുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ പുറത്തുനിന്ന് നടന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. കണ്ട, ഇതാണ് സംഭവം. ഇത്രപ്പാടുണ്ട്. നമ്മളെ ലൂർ മ്യൂസിയം എല്ലാം പോലെ അത്ര വലുതല്ല, എന്നാലും കുറച്ചുണ്ട് ഇതിങ്ങനെ കാണാൻ. കണ്ട, അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലം പിടിക്കാം വേഗം. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞ് തലേക്ക് പോലെ. കണ്ട, so you live here in Budapest? Yes. Yes, I born here. Wow, that's great. It's nice that here people speak English. Yeah, maybe from the since the 90s. Yeah, More people. but in Paris, people don't speak English. Yes, I know it. A long time ago, I Oh, yeah. was a taxi driver here. Here? Okay. And when I meet French people, Yeah. they can speak English here. Oh, yeah. When I meet people from Yeah. France, they just a very few people. Yeah, in French people, they like even in the companies or the doctors, they don't speak English. It's only French in there, Yeah. so it's very difficult to live. Yeah. And you speak French? A little bit, yeah, I can manage. നല്ലൊരു ചങ്ങായിരുന്നു. അയാളെന്തല്ലോ പറഞ്ഞത് 150 കൊല്ലം മുമ്പേ ബുഡ, ഓൾഡ് ബുഡയെല്ലാം ഉണ്ടായിനി, എല്ലാം കൂടി ഒരുമിച്ച് ഇപ്പോൾ ബുഡാപെസ്റ്റ് ആയതാണെന്നല്ല. കൊള്ളാം. അങ്ങനെ നമ്മളെ 4ാമത്തെ സ്ഥലത്തെത്തി. ഇനി ഇതാണ് എടുത്ത ലാസ്റ്റ്. ഈ മൊത്തത്തിൽ കാണാനില്ല, പക്ഷെ ഇത് കുറേ നടക്കാനുണ്ട് എന്നാണ് കാണുന്നത്. നടന്ന് അങ്ങോട്ട് എത്തും. പക്ഷെ ഇത് നല്ല സ്ഥലം കണ്ട, ഇതൊരു ഗാർഡൻ പരിപാടികളായിട്ട് നല്ല സ്ഥലം കണ്ട. ഇങ്ങനത്തെ ഒരു സ്ഥലമായത് കണ്ട. കുറച്ച് ഗാർഡൻ ഉണ്ട്, പിന്നെ കുറേ നടന്ന് കാണേണ്ട സ്ഥലമുണ്ട്. അങ്ങ് ദൂരെ ഒരു സാധനം ഉണ്ട്. അത് ഈ ഫോണിൽ ക്യാമറ കാണുന്നുണ്ടാവില്ല. ദൂരെ ഒരു സാധനമുണ്ട്. ആടം വരെ ഇത് നടന്ന് എത്തുന്നതാണ് കാണുന്നത്. കണ്ട, പത്രം വരെയെല്ലാം നടക്കാനില്ല പവർ ഉണ്ടോയെന്ന് അറിയില്ല. നോക്കട്ടെ, കാര്യം നടന്നു നോക്കട്ടെ.